10 ദിവസത്തിന്റെ ഉള്ളിൽ വീട് കാലിയാക്കണം എന്ന് പറഞ്ഞിട്ട് ഇരിക്കുകയാണ്. ഈ സഹോദരിയുടെ ജീവിതത്തിലെ ഓരോ വിഷയങ്ങളെക്കുറിച്ചും ജപ്തിയെക്കുറിച്ചും എല്ലാം പ്രവചനാത്മാവിൽ സംസാരിക്കുകയും ആ പ്രവചനം കേട്ട് ആ സ്റ്റേജിന്റെ ഫ്രണ്ടിൽ ഈ സഹോദരി കവിണ്ണ് വീഴുകയും ചെയ്തു. ബൈബിൾ പറയുന്നു, പ്രവചിക്കുമ്പോൾ അവന്റെ ഹൃദയ രഹസ്യങ്ങൾ വെളിപ്പെട്ടു വരും. അവൻ കവന്നു വീണ് ദൈവം നിങ്ങളുടെ ഇടയിൽ ഉണ്ടെന്ന് പറയും. എന്നാൽ കഴിഞ്ഞ ദിവസം ദൈവം വലിയൊരു വാതിൽ തുറന്ന് ഒരു 10 ലക്ഷം രൂപ ഒരു വ്യക്തിയിലൂടെ ഒരുക്കുകയും ആ ജപ്തി നടക്കാതിരുന്ന ദിവസങ്ങളിൽ ആ ആധാരം തിരികെ കയ്യിൽ വരുവാൻ തക്കവണ്ണം കർത്താവ് ഒരു അത്ഭുതം ഈ മകളുടെ ജീവിതത്തിൽ ചെയ്തു. ദൈവം അരുളി ചെയ്ത്, കർത്താവിന്റെ അഭിഷിക്തനിലൂടെ അരുളി ചെയ്തത് അതുപോലെ തന്നെ സംഭവിച്ചു. കഴിഞ്ഞ ഓഗസ്റ്റ് 15 എറണാകുളത്ത് വെച്ച് നടന്ന മീറ്റിംഗിൽ കർത്താവിന്റെ അഭിഷിക്തനിലൂടെ കർത്താവ് അതിശക്തമായിട്ട് പ്രൊഫറ്റിക് ആയിട്ട് സംസാരിക്കുകയും ഈ സഹോദരിയുടെ പേര് അത്രയും ആയിരങ്ങളുടെ നടുവിൽ നിന്ന് ആ പേര് വിളിച്ചു പറയുകയും ഈ സഹോദരി മുന്നിലേക്ക് വരികയും ഈ സഹോദരിയുടെ ജീവിതത്തിലെ ഓരോ വിഷയങ്ങളെക്കുറിച്ചും ജപ്തിയെക്കുറിച്ചും എല്ലാം പ്രവചനാത്മാവിൽ സംസാരിക്കുകയും ആ പ്രവചനം കേട്ട് ആ സ്റ്റേജിന്റെ ഫ്രണ്ടിൽ ഈ സഹോദരി കവിണ്ണ് വീഴുകയും ചെയ്തു. നിന്റെ ഭവനത്തിൽ രോഗത്തിൽ കടന്നു പോകുന്ന, സാമ്പത്തിക കെണിയിൽ കിടക്കുന്ന ആ വ്യക്തിയുടെ മേളിൽ ചില ലോൺ ബൈബിൾ പറയുന്നു, പ്രവചിക്കുമ്പോൾ അവന്റെ ഹൃദയ രഹസ്യങ്ങൾ വെളിപ്പെട്ടു വരും. അവൻ കവന്നു വീണ് ദൈവം നിങ്ങളുടെ ഇടയിൽ ഉണ്ടെന്ന് പറയും. നിന്റെ തലമുറയിൽ ഒന്നിന്റെ മേളിൽ ഇന്ന് ഈ പകൽ ദൈവത്തിന്റെ ആത്മാവിന്റെ കര ചലിക്കുകയാണ്. നിങ്ങളെപ്പോഴെങ്കിലും നിങ്ങളുടെ വീട് ജപ്തിയിലാണെന്നോ, ലോൺ ആണെന്നോ, നിങ്ങൾക്ക് മൈഗ്രെയിൻ ഉണ്ടെന്നോ, നിങ്ങളുടെ പേര് ഇതാണെന്നോ എന്നോട് പറയുകയോ എന്നെ വിളിക്കുകയോ മിണ്ടുകയോ ചെയ്തിട്ടുണ്ടോ? ഇല്ല പാസ്റ്റർ, കാണാൻ ഞാൻ വന്നു, എനിക്കന്ന് കാണാൻ പറ്റാതെ ഞാൻ തിരിച്ചു പോയി. ഇതുവരെ കാണാൻ പറ്റിയിട്ടില്ല, ഇല്ല മിണ്ടാൻ പറ്റിയിട്ടില്ല. ഹൃദയം നുറുങ്ങിയവർക്ക് ലോണിന്റെ വിഷയവും ജപ്തിയുടെ വിഷയവും കറക്റ്റ് ആണോ? 10 ദിവസത്തിന്റെ ഉള്ളിൽ വീട് കാലിയാക്കണം എന്ന് പറഞ്ഞിട്ട് ഇരിക്കുകയാണ്. അതിനുശേഷം അന്ന് അവിടെ വെച്ച് വലിയൊരു ഡെലിവറൻസ് ഉണ്ടായി. കഴിഞ്ഞ ദിവസങ്ങളിൽ വീണ്ടും ചർച്ചിൽ വളരെയധികം പ്രാർത്ഥനയോടെ കടന്നു വന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം ദൈവം വലിയൊരു വാതിൽ തുറന്ന് ഒരു 10 ലക്ഷം രൂപ ഒരു വ്യക്തിയിലൂടെ ഒരുക്കുകയും ആ ജപ്തി നടക്കാതിരുന്ന ദിവസങ്ങളിൽ ആ ആധാരം തിരികെ കയ്യിൽ വരുവാൻ തക്കവണ്ണം കർത്താവ് ഒരു അത്ഭുതം ഈ മകളുടെ ജീവിതത്തിൽ ചെയ്തു. ദൈവം അരുളി ചെയ്ത്, കർത്താവിന്റെ അഭിഷിക്തനിലൂടെ അരുളി ചെയ്തത് അതുപോലെ തന്നെ സംഭവിച്ചു. പരിശുദ്ധാത്മാവ് വന്ന് നമ്മളുടെ ഓഗസ്റ്റ് 15 പ്രേയറിന് സഹോദരിയെ അത്രയും ക്രൗഡിൻ്റെ ഇടയിൽ നിന്ന് പേര് ചൊല്ലി വിളിച്ച് ഈ അവസ്ഥകൾ അന്ന് പ്രൊഫസ് ചെയ്യുകയായിരുന്നു. എല്ലാം പറഞ്ഞു പാസ്റ്റർ. എൻ്റെ വീടിൻ്റെ അവസ്ഥ വരെ, മകള് ഒരു പ്രശ്നത്തിലായിരുന്നു. മകള് ഞങ്ങളോടായിട്ട് അടുപ്പുണ്ടായിരുന്നില്ല. അവളെ അന്ന് തന്നെ തിരിച്ചു കൊണ്ടുവന്നു. അന്ന് തന്നെ മകളെ അന്ന് തന്നെ മോള് നമുക്ക് വിളിക്കുകയും മീറ്റിങ്ങിന്റെ ഹോളിന്റെ പുറത്ത് തന്നെ അവള് വന്നു. അവള് എറണാകുളത്തായിരുന്നു. ഇന്ന് എൻ്റെ കൂടെ വന്നിട്ടുണ്ട്. പക്ഷെ അപ്പൊ അവളിപ്പോ പാസ്റ്റർ പറഞ്ഞു, നിന്റെ തലമുറയിൽ ഞാൻ തിരിക്കുകയാണെന്ന് പറഞ്ഞു. അന്ന് നിന്റെ തലമുറയിൽ ഒന്നിനെ ഞാൻ തിരിക്കുകയാന്ന് പറഞ്ഞു. തലമുറയിൽ ഒന്നിന്റെ മേളിൽ ഇന്ന് ഈ പകൽ ദൈവത്തിന്റെ ആത്മാവിന്റെ കര ചലിക്കുകയാണ്. അന്ന് തന്നെ ഓഗസ്റ്റ് കഴിഞ്ഞ് സെപ്റ്റംബർ ഒക്ടോബറിൽ അവൾ ഒരു വിസ കിട്ടി സിംഗപ്പൂരിലേക്ക് പോയി. അവൾ മുഖാന്തരം എൻ്റെ ജപ്തിയുടെ കടം അവൾ തീർത്തു വന്നു. ഇപ്പം എൻ്റെ വീട് പഴഞ്ഞു കിടക്കായിരുന്നു പാസ്റ്ററെ. ഇപ്പം വീട് പുതുക്കി പണിയാണ് അവൾ. ഒരു പ്രൊഫസി, ഒരു പ്രവചനം ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളുടെ ലൈഫിലേക്ക് റിലീസ് ചെയ്ത് കഴിഞ്ഞ് അന്ന് മുതൽ മാറ്റങ്ങൾ ദൈവം ചെയ്തു. അന്ന് മുതൽ തുടങ്ങി മാറ്റങ്ങൾ പാസ്റ്ററെ. ദൈവം വഴികൾ തുറന്നു, എല്ലാ വഴികളും തുറന്നു. ഞാനൊരു വീട്ടുജോലിക്ക് പോയിരിക്കുന്നായിരുന്നു പാസ്റ്ററെ. ഇപ്പം ഒരു 2 മാസമായിട്ട് ഞാൻ വീട്ടിലിരിക്കുകയാണ്. അവള് ജോലിക്ക് പോകണ്ട അമ്മ, ഇങ്ങനെയുള്ള ജോലിക്കൊന്നും പോകണ്ട. തലമുറകളെ ദൈവം അനുഗ്രഹിച്ചു. ഒന്ന് കൈയടിച്ച് യേശുവിനെ നന്ദി പറഞ്ഞേ. ഈ എസ്രായുടെ പുസ്തകം 6:14 എഴുതിയിട്ടുണ്ട്, യഹൂദ മൂപ്പന്മാർ പണിതു, ഇദ്ദോവിന്റെ മകനായ സക്കറായും ഹഗ്ഗായിയും പ്രവചിച്ചതിനാൽ അവർക്കത് സാധിച്ചു. എല്ലാവരും ഒന്ന് വായകൾ തുറന്ന് പറഞ്ഞ്, പ്രവചിച്ചതിനാൽ അവർക്കത് സാധിച്ചു. എസ്രാ 6:14.
അപ്പോൾ ഒരു പ്രൊഫസി ഈ മകളിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് റിലീസ് ചെയ്ത ഒറ്റ കാരണം കൊണ്ട് തന്നെ പരിശുദ്ധ ആത്മാവ് എല്ലാ സിറ്റുവേഷൻസിനെയും ചേഞ്ച് ചെയ്തു. ഈ മകളുടെ ജീവിത സാഹചര്യങ്ങളെ മാറ്റി, വീട്ടു ജോലിക്ക് പോയി വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിൽ പോയിക്കൊണ്ടിരുന്ന ഈ മകളുടെ ലൈഫ് സ്റ്റൈലിനെയും ജീവിതത്തെ മാറ്റി അനുഗ്രഹിച്ച് ആ തലമുറയെ തിരിച്ചു കൊണ്ടുവന്ന് ബ്ലസ് ചെയ്ത കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കൈകൾ അടിച്ച് കർത്താവിന് മഹത്വം കൊടുത്തേ, യേശുവിന് മഹത്വം കൊടുത്തേ.